റെഗുലർ ആയിട്ട് ഒരു നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ഏരിയ ആണ് മാക്രോ എക്കണോമിക്സിലെ സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവിടെ ചെയ്യാൻ പോകുന്നത് ആ ഏരിയയിലെ മുഴുവൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യും. നമ്മൾ ആ ക്വസ്റ്റിന്റെ കൂടെ നമ്മൾ ഓരോ ടോപ്പിക്കും നമുക്ക് പഠിച്ച് നമുക്കത് വരാം കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് നമുക്ക് എൻ്റർ ചെയ്താലോ? യെസ്. അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അത് സോൾവ് ചെയ്താണ് നമുക്ക് അവിടെ വരേണ്ടത്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ. സോ അപ്പം ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ടോപ്പിക്ക് എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റിവേഴ്സ് പാറ്റേൺ നമുക്കങ്ങ് വരാം. 24 ഏറ്റവും ലാസ്റ്റ് ടൈമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് 2012 വരെയുള്ള ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഒരു ക്ലാസ് കൊണ്ട് നമുക്കത് വരാൻ സാധിക്കില്ല. വളരെ ഇൻഡെപ്ത് ആയിട്ട് റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസ് ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹിയർ വി ഗോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിരിക്കുന്നതുണ്ടോ? സ്കൂൾ ഓഫ് തോട്ട്സിൽ നമുക്ക് കെനീഷ്യൻ സിസ്റ്റത്തിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ കെനീഷ്യൻ സിസ്റ്റം an increase in the money supply will increase the demand for goods and services by wisdom the following. അതാണ് സ്കൂൾ ഓഫ് തോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. കെനീഷ്യൻ സിസ്റ്റം ആണ്. ആൻഡ് ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് an increase in the money supply ആണ്. ഓക്കെ, അപ്പൊ കെനീഷ്യൻ സിസ്റ്റത്തിൽ മണി സപ്ലൈ കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻക്രീസ് ചെയ്യുന്നു. അതിന്റെ മെക്കാനിസം എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പൊ സ്കൂൾ ഓഫ് തോട്ട് കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നു. കെനീഷ്യൻ സിസ്റ്റം ആണ്. ആൻഡ് ദെൻ കറസ്പോണ്ടിങ് ചേഞ്ച് എന്താണ്? മണി സപ്ലൈ എൻഹാൻസ് ചെയ്യുന്ന എക്കോണമിയിൽ. ആൻഡ് ദെൻ മണി സപ്ലൈ കൂടുമ്പോൾ ഇൻക്രീസ് ഇൻ ദി ഗുഡ്സ് ആൻഡ് സർവീസസ് വരും. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു. 4 ഓപ്ഷൻസ് നമുക്ക് അവിടെ തന്നിരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് എ കോൺസെപ്റ്റ്. ക്ലിയർ? അപ്പൊ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? അപ്പൊ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തുണ്ട്? ഫിസിയോക്രാറ്റ്സ് മുതൽ നമുക്ക് ഇങ്ങോട്ട് പോരേണ്ടതുണ്ട്. ഫിസിയോക്രാറ്റ്സ്, ആൻഡ് ദെൻ ക്ലാസിക്കൽ, കെനീഷ്യൻ, മോൺട്രിസ്റ്റ്, ആൻഡ് ദെൻ ന്യൂ ക്ലാസിക്കൽ, ന്യൂ കെനീഷ്യൻ, ആൻഡ് ദെൻ ഇങ്ങോട്ട് എവല്യൂഷനിസ്റ്റ് മുതൽ ബിഹേവിയറൽ സ്കൂൾ ഓഫ് തോട്ട്സ് വരെ നമുക്ക് എന്താണ് വരേണ്ടത് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടല്ലോ, കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഗിവൺ സിസ്റ്റം കെനീഷ്യൻ സിസ്റ്റം ആണ്. ആൻഡ് ദെൻ കറസ്പോണ്ടിങ് ചേഞ്ച് എക്കോണമിയിൽ എന്താണ്? ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ ആണ്. ആൻഡ് ദെൻ മണി സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻക്രീസ് ചെയ്യും. ഏത് മെക്കാനിസം വഴി? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് വളരെ സിമ്പിൾ ആണ്. കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻക്രീസ് ചെയ്യുന്നത്? അതിന്റെ മെക്കാനിസം എന്താണ്? അതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ കണ്ടതല്ലേ എല്ലാവരും? നമുക്കിനി ഓരോ ഓപ്ഷൻസ് ആയിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാലോ? ക്ലിയർ? ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് എല്ലാവരും കണ്ടതല്ലേ? ഇപ്പൊ നോക്കാം. നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഓപ്ഷൻസ് നമുക്ക് അവിടെ നോക്കാവേ. എപ്പോഴും ഞാൻ പറയുന്നതാണ്, സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേനും പ്രധാനമായിട്ടും അത് എന്താണ് അവിടുത്തെ മേജർ ഫീച്ചേഴ്സ് എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നു കൺസംഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, കൺസംഷൻ ഇൻക്രീസ് ചെയ്യും ത്രൂ ദി റിയൽ ബാലൻസ് എഫക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഈ റിയൽ ബാലൻസ് എഫക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് ആണോ? റിയൽ ബാലൻസ് എഫക്ട് എന്ന് പറയുന്നത് കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് ആണോ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. റിയൽ ബാലൻസ് എഫക്ട് എന്ന് പറയുന്നത് കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് ആണോ? യെസ് ഓർ നോ? പറഞ്ഞേ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. റിയൽ ബാലൻസ് എഫക്ട് എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ ഓഫ് തോട്ട്സ് മാക്രോ എക്കണോമിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് ആണോ റിയൽ ബാലൻസ് എഫക്ട്? എന്താണ് റിയൽ ബാലൻസ് എഫക്ട് പറയുന്നത്? എക്കോണമിയിൽ റിസഷൻ പോലെയുള്ള ടെൻഡൻസി വന്നു കഴിയുമ്പോഴത്തേനും അത് ഗ്രാജുവലി ഡിഫ്ലേഷനിലേക്കും, ഡിഫ്ലേഷൻ പ്രൈസ് ലെവൽ കുറയുന്നതിന് കാരണമാകുകയും കുറഞ്ഞ പ്രൈസ് ലെവൽ നമ്മുടെ എന്താണ് പർച്ചേസിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. റിയൽ വെൽത്ത് പർച്ചേസിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാകുകയും കൂടി പർച്ചേസിംഗ് കപ്പാസിറ്റി ഫർദർ കൺസംഷനെയും അഗ്രിഗേറ്റ് ഡിമാൻഡിനെയും ബൂസ്റ്റ് ചെയ്യും. അങ്ങനെ എക്കോണമിയിൽ ഡിമാൻഡ് കൂടും എന്ന് പറയുന്നതാണ് ഏത്? ദ റിയൽ ബാലൻസ് എഫക്ട്. ഇതല്ലേ? ആണോ? ഒന്ന് പറഞ്ഞേ. റിയൽ ബാലൻസ് എഫക്റ്റിൽ പറയുന്നത് എന്താ? വാട്ട് ഈസ് റിയൽ ബാലൻസ് എഫക്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ദെൻ റിയൽ ബാലൻസ് എഫക്ട് വഴിയാണ് കെനീഷ്യൻ സിസ്റ്റത്തിൽ മണി സപ്ലൈ കൂടുമ്പോൾ കൺസംഷൻ എക്കോണമിയിൽ ഇംപ്രൂവ് ചെയ്യുന്നത്. അതാണ് നമ്മൾ അവിടെ ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ ഒന്ന് പറഞ്ഞ്, റിയൽ ബാലൻസ് എഫക്ട് എന്ന് പറയുന്നത് ആക്ച്വലി കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് ആണോ? യെസ് ഓർ നോ? പറ. റിയൽ ബാലൻസ് എഫക്ട് കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് ആണോ? റിയൽ ബാലൻസ് എഫക്ട് കെനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് ആണോ? റിയൽ ബാലൻസ് എഫക്ട് കെയ്ൻഷ്യൻ കോൺസെപ്റ്റ് ആണോ? ഒന്ന് പറഞ്ഞ്, എന്തെങ്കിലും പറ. തെറ്റിപ്പോട്ടെ, നമുക്കത് കറക്റ്റ് ചെയ്യാം. റിയൽ ബാലൻസ് എഫക്ട് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കെയ്ൻഷ്യൻ സിസ്റ്റത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന എന്താ? പ്രൈസ് റിജിഡിറ്റി ആണോ? വേജ് പ്രൈസ് റിജിഡിറ്റി ആണോ? വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ആണോ? അതെങ്കിലും ഒന്ന് പറഞ്ഞേ.
കേനീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന വേജ് പ്രൈസ് റിജിഡിറ്റി ആണ്, വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ആണോ? ടെൽ മീ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ പോയിന്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, കേനീഷ്യൻ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന റിജിഡിറ്റി അല്ലേ? ആണോ? ഇനി നമ്മുടെ ലോജിക്ക് ഒന്ന് യൂസ് ചെയ്തേ. അതായത് വേജ് പ്രൈസ് റിജിഡിറ്റി ആണ് കേനീഷ്യൻ സിസ്റ്റത്തിലുള്ളത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നിരിക്കുന്ന റിയൽ ബാലൻസ് എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? റിയൽ ബാലൻസ് എഫക്ട് കണക്ട് ചെയ്യുക. എന്താ റിയൽ ബാലൻസ് എഫക്ട്? ദിസ് ഈസ് അതർവൈസ് കോൾഡ് പിഗ്ഗു എഫക്ട് ആണ്. 1948 ആണ്, 48 നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്താണ് അവിടെ പറയുന്നത്? കേനീഷ്യൻ സിസ്റ്റത്തിനോടുള്ള ഒരു റിയാക്ഷൻ ആണ് ബേസിക്കലി ഏത് റിയൽ ബാലൻസ് എഫക്ട് നമ്മുടെ പറയാൻ സാധിക്കും. എന്താ റിയൽ ബാലൻസ് എഫക്ട്? എക്കോണമിയിൽ റിസഷൻ വരുന്നു. റിസഷൻ വരുമ്പോൾ ഡിഫ്ലേഷൻ ആണ്. ഡിഫ്ലേഷൻ എന്ന് വെച്ചാൽ പ്രൈസ് കുറയുന്നു. കുറഞ്ഞ പ്രൈസ് എന്തിനു കാരണമാവുന്നു? പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുന്നതിന് കാരണമാവുന്നു. കൂടി പർച്ചേസിംഗ് കപ്പാസിറ്റി എന്തിനു കാരണമാവുന്നു? എക്കോണമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നതിന് കാരണമാവുന്നു. ദിസ് ഈസ് വാട്ട് ആക്ച്വലി കോൾഡ് ദ റിയൽ ബാലൻസ് എഫക്ട്. സി, അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ റിസഷൻ വന്നപ്പോൾ പ്രൈസിന് എന്താ സംഭവിച്ചത്? നിങ്ങൾ പറഞ്ഞ് റിസഷൻ വന്നപ്പോൾ പ്രൈസിന് എന്താ സംഭവിച്ചത്? റിയൽ ബാലൻസ് എഫക്റ്റിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന റിസഷൻ, എക്കണോമിക് ഡിപ്രഷൻ വരുമ്പോൾ എക്കോണമിയിൽ പ്രൈസിന് എന്ത് സംഭവിക്കുന്ന പറയുന്നത്? അത് റിയൽ ബാലൻസ് എങ്ങനെയാണ് കൂടുന്നത്, അല്ലെങ്കിൽ പിഗ്ഗു എഫക്ട് എങ്ങനെയാണ് വർക്ക് ആവുന്നത്? പ്രൈസ് കുറയുമ്പോഴാണ് അല്ലെ? നിങ്ങൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ അല്ലെ? പ്രൈസ് കുറയുമ്പോഴല്ലേ നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞിരിക്കുന്ന റിയൽ ബാലൻസ് എഫക്റ്റ് അവിടെ എഫക്റ്റീവ് ആവുന്നത്. അതാണ് റിയൽ ബാലൻസ് എഫക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് എക്കോണമിയിൽ റിസഷൻ വരുമ്പോൾ പ്രൈസ് ലെവൽ കുറയും. കുറഞ്ഞ പ്രൈസ് ലെവൽ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുന്നതിന് കാരണമായി. കൂടിയ പർച്ചേസിംഗ് കപ്പാസിറ്റി എന്തിനു കാരണമാവും? എഫക്റ്റീവ് ഡിമാൻഡ് കൂടുന്നതിന് കാരണമാകുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് റിയൽ ബാലൻസ് എഫക്ട്, ഓർ അതർവൈസ് കോൾഡ് വാട്ട് ദ പിഗ്ഗു എഫക്ട് നമ്മൾ പറയും ബേസിക്കലി. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ മേജർ ക്വസ്റ്റ്യൻ ഇവിടെ വന്നു കഴിഞ്ഞു. അതായത് നമ്മൾ ആദ്യം ചോദിച്ച പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു വരാം. കേനീഷ്യൻ സിസ്റ്റം ഡിസ്കസ് ചെയ്യപ്പെടുന്ന റിജിഡിറ്റിയെ കുറിച്ചാണോ അതേ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ചാണോ? കേനീഷ്യൻ സിസ്റ്റം ഡിസ്കസ് ചെയ്യപ്പെടുന്ന റിജിഡിറ്റിയെ കുറിച്ചാണോ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ചാണോ? റിജിഡിറ്റി ആണ്. പക്ഷെ റിയൽ ബാലൻസ് എഫക്ട് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? എക്കോണമിയിൽ പ്രൈസ് കുറയണം. കുറഞ്ഞ പ്രൈസ് കൺസംഷൻ കപ്പാസിറ്റി കൂടുന്നതിന്, പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുന്നതിനും കൺസംഷൻ ഡിമാൻഡ് കൂടുന്നതിനും കാരണമാവണം. ശരിയല്ലേ? അപ്പം പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ആണ് റിയൽ ബാലൻസ് എഫക്ട്. പ്രൈസ് കുറയുന്നു, പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുന്നു. ആം ഐ റൈറ്റ്? ഞാൻ പറഞ്ഞ പോയിന്റ് കണക്ഷൻ കിട്ടി നിങ്ങൾക്ക്? യെസ് ഓർ നോ ഒന്ന് പറയാമോ? അല്ലെ? സോ ഇനി നിങ്ങൾ പറ, അപ്പൊ കേനീഷ്യൻ സിസ്റ്റത്തിൽ റിയൽ ബാലൻസ് എഫക്ട് വഴിയാണോ കൺസംഷൻ ഡിമാൻഡ് കൂടുന്നത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പറയുന്നത് വളരെ റോങ് ആയിട്ടൊരു പോയിന്റ് അല്ലേ? അതായത് കേനീഷ്യൻ റിജിഡിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആക്ച്വലി അവിടെ എന്താണ് നമ്മൾ ഈ പറഞ്ഞ റിയൽ ബാലൻസ് എഫക്റ്റിലെ ഫ്ലെക്സിബിലിറ്റിയിലേക്ക് നമ്മൾ പോകണം. സ്കൂൾ ഓഫ് തോട്ട്സിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ് അവിടെ പറയുന്നത്. അതായത് കേനീഷ്യൻ പറയുന്നു പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്ന ലിക്വിഡിറ്റി ട്രാപ്പ് അവിടെ ഉണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, വേജ്, പ്രൈസ് ഇതെല്ലാം എക്സാക്ട്ലി എന്തായിരിക്കും? റിജിഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ ഫ്ലെക്സിബിലിറ്റി പറയുന്ന ആരാണ്? ക്ലാസിക്കൽസ് ആണ് പറയുന്നതാണ്. അപ്പൊ റിയൽ ബാലൻസ് എഫക്ട് പറയുന്നത് പ്രൈസ് കുറയുന്നു, കുറഞ്ഞ പ്രൈസ് കൺസംഷൻ കൂടുന്നതിന് കാരണമാകുന്നു. അപ്പൊ എപ്പോഴെങ്കിലും നമുക്ക് പറയാൻ സാധിക്കുമോ ഈ പറഞ്ഞിരിക്കുന്ന റിയൽ ബാലൻസ് എഫക്ട് വഴിയാണ് കേനീഷ്യൻ സിസ്റ്റത്തിൽ മണി സപ്ലൈ കൂടുമ്പോൾ കൺസംഷൻ ഡിമാൻഡ് കൂടുന്നത് എന്ന് നമുക്കവിടെ പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കുമോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ്ലി റോങ് അല്ലേ? എക്സാക്ട്ലി കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് ക്വസ്റ്റിലേക്ക് നമുക്ക് വരാവേ. കുറച്ചുകൂടി നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾ അവിടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. സി, ഇത് കണ്ടോ? The Keynesian system and increase in the money supply will increase the demand for goods and services by increasing the consumption through the real balance effect എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തെറ്റാണ്. കാരണം റിയൽ ബാലൻസ് എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? എക്കോണമിയിൽ റിസഷൻ വരുമ്പോൾ പ്രൈസ് കുറയുകയും കുറഞ്ഞ പ്രൈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നതിന് കാരണമാകുകയും ചെയ്യും എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അവിടെ പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. പ്രൈസ് റിജിഡിറ്റി ഉള്ള ഒരു കേനീഷ്യൻ സിസ്റ്റത്തിൽ ഒരിക്കലും എന്താണ് റിയൽ ബാലൻസ് എഫക്ട് കൺസംഷൻ അവിടെ ഇൻക്രീസ് ചെയ്യില്ല. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. നമുക്ക് ആ ഒന്നാമത്തെ പോയിന്റ് നമുക്കൊന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ എന്റെ ക്ലാസ്സിൽ എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മൾ ഓരോരോ ടോപ്പിക്കുകൾ എടുത്ത് പഠിക്കുന്ന ഒരു രീതിയല്ല നമ്മളോട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വഴി ടോപ്പിക്കുകളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അത് പഠിച്ചു പോയി ചെയ്യുന്ന രീതിയാണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചോദിച്ചാൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ നമുക്കൊരു കോൺസെപ്റ്റ് കിട്ടി, എന്താണ് റിയൽ ബാലൻസ് എഫക്ട്. അപ്പൊ എന്താ റിയൽ ബാലൻസ് എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ദിസ് ഈസ് അതർവൈസ് കോൾഡ് വാട്ട് ദ വെൽത്ത് എഫക്ട് ഓർ ദ പിഗ്ഗു എഫക്ട് എന്നൊക്കെ നമുക്കവിടെ പറയാൻ സാധിക്കും. ഇദ്ദേഹം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എക്കോണമിയിൽ റിസഷൻ വന്നു കഴിയുമ്പോഴത്തേനും അത് ഡിഫ്ലേഷന് കാരണമാവും. വിച്ച് മീൻസ് പ്രൈസ് ലെവൽ കുറയുന്നതിന് കാരണമാവും. പ്രൈസ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് എന്താണ്? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഹോൾഡിങ്സ്, ക്യാഷ് ബാലൻസിന്റെ വാല്യൂ കൂടുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വെൽത്ത് കൂടുന്നു, ക്യാഷ് ബാലൻസിന്റെ വാല്യൂ കൂടുന്നു, പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുന്നു എന്ന് വെച്ചാൽ അതിന് എന്തിനും കാരണമാവും? കൺസംഷൻ കൂടുന്നതിന് കാരണമാവും. ഓക്കെ, ആൾക്കാർ കൂടുതൽ ഏതാ പറഞ്ഞിരിക്കുന്നത് റിച്ചർ ആയിട്ട് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്, ഫീൽ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇമ്മീഡിയറ്റ്ലി അത് എന്തിനു കാരണമാവും? എക്കോണമിയിലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നതിനും കൺസംഷൻ കൂടുന്നതിനും കാരണമാകും എന്ന് പറയുന്നതാണ് ഇത് ദ റിയൽ ബാലൻസ് എഫക്ട്. ഇനിയാണ് നമ്മുടെ ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
നമ്മുടെ ക്വസ്റ്റ്യനിൽ റിയൽ ബാലൻസ് എഫക്ട് കണക്ട് ചെയ്ത് തന്നിരിക്കുന്നത് കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിലാണ്. നോ, ഇത് കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് അല്ല. റിജിഡിറ്റി ഡിസ്കസ് ചെയ്യപ്പെടുന്ന കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൽ ഫ്ലെക്സിബിലിറ്റി പറയുന്ന റിയൽ ബാലൻസ് എഫക്റ്റിനെ കുറിച്ച് നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്കത് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഉറപ്പായിട്ടും കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ മണി സപ്ലൈ കൂടുമ്പോൾ എക്കോണമിയിൽ കൺസംഷൻ ഡിമാൻഡ് കൂടുന്നത് റിയൽ ബാലൻസ് എഫക്ട് വഴിയല്ല. റിയൽ ബാലൻസ് എഫക്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണ് കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്ത് പറയാൻ പറ്റും? ഒന്നാമത്തെ ഓപ്ഷൻ ഒരു കാരണവശാലും ഈ ക്വസ്റ്റിന്റെ ആൻസർ ആകില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ റിയൽ ബാലൻസ് എഫക്ട് ആ ഒരു ഓപ്ഷൻ നമ്മളോട് വർക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മൾ വളരെ ഒതന്റിക് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇനി ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റിയൽ ബാലൻസ് എഫക്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഫറൻസ് പോയിന്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എടുത്ത് നോക്കി കുറച്ച് ബേസിക് ഇൻഫർമേഷൻ ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏത് വർഷമാണ് റിയൽ ബാലൻസ് എഫക്ട് നിലവിൽ വരുന്നത്? 1948 റിയൽ ബാലൻസ് എഫക്ട് എന്താണ് നിലവിൽ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതിന് പബ്ലിക്കേഷൻസ് എന്താണ്? ക്ലാസിക്കൽ സ്റ്റേഷനറി സ്റ്റേറ്റ്, ദാറ്റ്സ് ദ പബ്ലിക്കേഷൻ കേട്ടോ. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോഴത്തേനും കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ റിയൽ ബാലൻസ് എഫക്ട് നമ്മളോട് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്, മറിച്ച് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളത് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ, സോ അപ്പം റിയൽ ബാലൻസ് എഫക്റ്റും കെയ്ൻസും തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ ഒരു കൗണ്ടർ റിയാക്ഷൻ ആണ് വരുന്നത്. കെയ്ൻസിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആണ് ആര് വരുന്നത്? ഈ പറയുന്ന റിയൽ ബാലൻസ് എഫക്ട് പിഗു അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ കെയ്ൻസ് പറഞ്ഞു വെക്കുന്നത് എന്താണ്? എക്കോണമിയിൽ റിസഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി ഓഫ് ഡിമാൻഡ് ആണ്. ആ ഡെഫിഷ്യൻസി ഓഫ് ഡിമാൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിന് കാരണമാവും. ഓക്കെ, ഡെഫിഷ്യൻസി ഓഫ് ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അവിടെ കൺസംഷൻ കൂടാനുള്ള ഒരു തരത്തിൽപ്പെട്ട പോസിബിലിറ്റീസ് ഇല്ല. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഡൗൺവേർഡ് ടെൻഡൻസി ആയിരിക്കും. അതാണ് കെയ്നീഷ്യൻ പോയിന്റ്. പക്ഷെ ഇവിടെ പിഗുവിനെ കൗണ്ടർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? അങ്ങനെയല്ല. കെയ്ൻസ് പറയുന്ന പോലെ എക്കോണമിയിൽ റിസഷൻ വരുമ്പോൾ എഫക്റ്റീവ് ഡിമാൻഡ് കുറയുകയും ഡെഫിഷ്യൻസി ഓഫ് ഡിമാൻഡ് ഉണ്ടാകുകയും ഗ്രോത്ത് ആൻഡ് ഔട്ട്പുട്ട് കുറയുകയും ചെയ്യുകയല്ല. ആൻഡ് ദെൻ ഓൺ ദ അതർ ഹാൻഡ് അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എക്കോണമിക് റിസഷൻ വരുമ്പോൾ അത് ഡിഫ്ലേഷനിലേക്ക് ലീഡ് ചെയ്യും. ഡിഫ്ലേഷൻ മീൻസ് പ്രൈസ് റിഡക്ഷൻ ആണ്. കുറഞ്ഞ പ്രൈസ് കൂടുതൽ പർച്ചേസിംഗ് കപ്പാസിറ്റിക്ക് കാരണമാവും. പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുമ്പോൾ അത് കൺസംഷൻ കൂടുന്നതിന് കാരണമാവും. വിച്ച് മീൻസ് കെയ്ൻസ് പറഞ്ഞു വെച്ചതിന് എക്സാക്ട് ഓപ്പോസിറ്റ് പോയിന്റ്സ് ആണ് ആര് പറഞ്ഞിരിക്കുന്നത്? പിഗു അവിടെ റിയൽ ബാലൻസ് എഫക്റ്റിൽ പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ 1936 കെയ്നീഷ്യൻ കോൺസെപ്റ്റ് ഉണ്ട്. ഡ്യൂറിംഗ് ദി റിസഷൻ പീരീഡ് എക്കോണമിയിൽ ഡിമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ലോ ആയിരിക്കും. ആൻഡ് ദെൻ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ റിജിഡിറ്റീസ് ഉണ്ട്, ലിക്വിഡിറ്റി ട്രാപ്പ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അതിനെ ഓവർകം ചെയ്ത് എക്കോണമി മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അവിടെ ഇന്റർവെൻഷൻസ് ആവശ്യകതയുണ്ട്. ഒപ്പം ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും എക്കോണമിയിൽ ഉണ്ടായിരിക്കുന്നത്. റിസഷൻ വന്നാൽ എഫക്റ്റീവ് ഡിമാൻഡ് കുറയാനും അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയാനും ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും കുറഞ്ഞ് അൺഎംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയത്തിലേക്ക് എക്കോണമി മൂവ് ഓൺ ചെയ്യും. ദാറ്റ്സ് എ കെയ്നീഷ്യൻ കോൺസെപ്റ്റ്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് എന്താണ് പിഗു പറഞ്ഞു വെക്കുന്നത്? അങ്ങനെയല്ല. ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും അല്ല ചെയ്യുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് എഫക്റ്റീവ്ലി കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതെന്താണ്? റിസഷൻ വരുമ്പോൾ ഡിഫ്ലേഷൻ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുന്നു. പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുമ്പോൾ നമ്മൾ കൂടുതൽ വെൽത്തിയർ ആയിട്ട് നമുക്ക് തോന്നി. അത് കൺസംഷൻ കൂടുന്നതിനും അതുപോലെ തന്നെ അത് ഇവഞ്ച്വലി എക്കോണമിയിൽ എന്താണ് കൂടി ഡിമാൻഡിന് കാരണമാകുകയും ചെയ്യും. അത് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ആണ്. അതല്ലെങ്കിൽ ദ പിഗുവിൻ വെർഷൻ ആണ്. ഓക്കെ, ആൻഡ് ദെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി കെയ്നീഷ്യനെ കൗണ്ടർ ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് നമ്മളെ സംബന്ധിച്ചത് ഇപ്പോൾ ഒന്നാമത് കണ്ട പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? സോ അപ്പം ഒന്നാമത്തെ പോയിന്റ് ഒരു കാരണവശാലും നമ്മുടെ ആൻസറിൽ നമുക്ക് വരില്ല എന്ന് മാത്രമല്ല, അഡീഷണൽ ആയിട്ട് നമ്മളിപ്പം എന്താണ് പിഗു എഫക്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്തു. റിയൽ ബാലൻസ് എഫക്ട് പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഇത് ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോഴാണ് മുന്നോട്ട് പോകുമ്പോൾ ഈ റിയൽ ബാലൻസ് എഫക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് സോൾവ് വേണ്ടി ഇൻഫർമേഷൻ മതി നമ്മളെ സംബന്ധിച്ച്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ആൻസർ ആയിട്ട് ഏത് വരില്ല? പിഗു എഫക്റ്റ് വരില്ല. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. 1 by 1 ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ എന്ത് വരണം? ക്ലിയർ ചെയ്ത് വരണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന പോലെ തന്നെ ലെക്ചർ നോട്ട്സ് നോട്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ഞാൻ PPTs അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് കറക്റ്റ് അതിന്റെ പോയിന്റുകൾ നോട്ട് ചെയ്യുക. അപ്പൊ ഇപ്പൊ നമ്മൾ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ റിയൽ ബാലൻസ് എഫക്ട് പഠിക്കുമ്പോൾ അത് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. വേറെ ക്വസ്റ്റ്യൻസ് നമ്മളെ സോൾവ് ചെയ്യേണ്ടത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ചുമ്മാ കേട്ടോണ്ടിരുന്നാൽ പോരാ, അത് നോട്ട് ചെയ്ത് പഠിക്കണം. ഇപ്പൊ റിയൽ ബാലൻസ് എഫക്ട് എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പിടികിട്ടിയോ? ഏത് വർഷമാണ് റിയൽ ബാലൻസ് എഫക്ട്? 48 ആരാണ്? ദിസ് ഇസ് അതർവൈസ് കോൾഡ് പിഗു എഫക്ട് ആണ്. ശരിയല്ലേ? പബ്ലിക്കേഷന്റെ പേരെന്താ? കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. പബ്ലിക്കേഷന്റെ പേരെന്താ? പറഞ്ഞ് പിഗു എഫക്ട് മെൻഷൻ ചെയ്യുന്ന പബ്ലിക്കേഷന്റെ പേരെന്താ? പറ. റിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. യെസ്, ക്ലാസിക്കൽ സ്റ്റേഷനറി സ്റ്റേറ്റ് ആണ് കേട്ടോ. ക്ലാസിക്കൽ സ്റ്റേഷനറി സ്റ്റേറ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന പോയിന്റോട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കണം? നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ എനിവേ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന
ഓരോ ഓപ്ഷൻസും നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, സോൾവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ നോക്കിയാലോ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? സി ഡിക്രീസിങ് റിയൽ വേജ്. ഓക്കെ, ഡിക്രീസിങ് റിയൽ വേജ്, ഇത് നമ്മുടെ ഓപ്ഷൻ ഡിയിൽ വന്നിരിക്കുന്നതാണ്. ഡിക്രീസിങ് റിയൽ വേജ് ആൻഡ് ദിയർ ബൈ ഇൻക്രീസിങ് ദി ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. അപ്പൊ റിയൽ വേജ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കൂടാൻ കാരണം എന്നാണ് ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ല, അല്ലെ? സി ഇവിടെയാണ് നമുക്ക് അടുത്ത സ്കൂൾ ഓഫ് തോട്ട് പഠിക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും? കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി എങ്ങനെയാണ്? കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് മൂന്നാണ്. ഏതൊക്കെ പറഞ്ഞ കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി? ട്രാൻസാക്ഷൻ, പ്രിക്കോഷണറി ആൻഡ് ദെൻ ദി സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. കറക്റ്റ് അല്ലേ? കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി മൂന്നാണ്. ട്രാൻസാക്ഷൻ ആൻഡ് ദെൻ പ്രിക്കോഷണറി ഡിമാൻഡ് ഫോർ മണി ഇൻകത്തിന്റെ ഡയറക്റ്റ് ഫംഗ്ഷൻ ആണ്. ആൻഡ് ദെൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ? അല്ലെ? ഇതല്ലേ കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി എന്ന് വെച്ചിരിക്കുന്നത്? ട്രാൻസാക്ഷൻ, പ്രിക്കോഷണറി ആൻഡ് ദെൻ ദി സ്പെക്കുലേറ്റീവ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു റിയൽ വേജ്. ഇനി നമുക്ക് നോക്കാം, അതായത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ എടുത്ത് നോക്കുക. എന്താ നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി, ഇൻക്രീസിംഗ് ദ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ബൈ ഇൻക്രീസിംഗ് ദി റിയൽ വേജ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കൂടാനുള്ള കാരണം റിയൽ വേജ് കൂടുന്നതാണ്. കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ അങ്ങനെയാണോ? റിയൽ വേജ് കൂടുമ്പോഴാണോ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കൂടുന്നത്? പറഞ്ഞേ. കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി കൂടുമ്പോൾ എങ്ങനെയാണ്? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇസ് എ ഡയറക്റ്റ് ഫംഗ്ഷൻ ഓഫ് ഇൻകം എന്നല്ലേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, ആണോ? അല്ലാതെ റിയൽ വേജ് റേറ്റിന്റെ ഫംഗ്ഷൻ ആണോ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ദ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൽ? പറഞ്ഞേ, ആണോ? യെസ് ഓർ നോ? സി ഞാൻ പറഞ്ഞു, ഇത് വെറും ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ അല്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്കൂൾ ഓഫ് തോട്ട്സ് നമ്മൾ പഠിക്കുകയാണ്. ഫിസിയോക്രാറ്റ്സ് മുതൽ നമുക്ക് ഇങ്ങോട്ട് അവിടെ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ലെവൽ ഓഫ് ഇൻകം എന്നാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, അല്ലാതെ റിയൽ വേജ് റേറ്റ് അല്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്ലി അടുത്ത വേറൊരു ഫീച്ചർ പറയാം. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാവുന്നതിന് വേറൊരു ഫീച്ചർ എനിക്ക് അവിടെ പറയാൻ സാധിക്കും. അതായത് റിയൽ വേജ് അതുപോലെ തന്നെ നോമിനൽ വേജ്, ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എടുത്തു കഴിയുമ്പോഴത്തേനും റിയൽ വേജ് എന്ന് പറയുന്ന ക്ലാസിക്കൽ ആണോ അതോ കെയ്നീഷ്യൻ ആണോ? നോമിനൽ വേജിൽ ഫോക്കസ് ചെയ്യുന്ന കെയ്നീഷ്യൻ ആണോ ക്ലാസിക്കൽ ആണോ? പറഞ്ഞേ. അപ്പൊ റിയൽ വേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏത് സ്കൂൾ ഓഫ് തോട്ടാ? കെയ്നീഷ്യൻ ആണോ ക്ലാസിക്കൽ ആണോ? റിയൽ വേജ് ഏത് സ്കൂൾ ഓഫ് തോട്ടാണ്? റിയൽ വേജ് ഏത് സ്കൂൾ ഓഫ് തോട്ടാ? റിയൽ വേജ് ഏത് സ്കൂൾ ഓഫ് തോട്ടാ? റിയൽ വേജ് ഏത് സ്കൂൾ ഓഫ് തോട്ടാ? ക്ലാസിക്കൽ ആണോ കെയ്നീഷ്യൻ ആണോ? ഒന്ന് മെൻഷൻ ചെയ്യാവോ? റിയൽ വേജ് റിയൽ അതായത് നോമിനൽ റിയൽ ഡിഫറൻസിയേഷൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് നമ്മൾ പോകുന്ന ആ ഒരു കോൺസെപ്റ്റ്. അതായത് നമ്മൾ എപ്പോഴും ക്ലാസിക്കൽ സിസ്റ്റം ആണ്. നമ്മൾ റിയൽ ഫോംസ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന എപ്പോഴും അതാണ് ക്ലാസിക്കൽ ആണ്. അതായത് കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ നമ്മൾ പറയുന്ന വേജ് റേറ്റ് ആണെങ്കിൽ ലേബർ ഈസ് സബ്ജക്ട് ടു മണി ഇല്യൂഷൻ എന്നാണ് നമ്മൾ കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ പറയുന്നത്, ആണോ? അല്ലെ? കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ മണി ഇല്യൂഷൻ ഉണ്ട്. ആം ഐ റൈറ്റ്? കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ മണി ഇല്യൂഷൻ ഉണ്ട്, ഇല്ലേ? കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ മണി ഇല്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റിയൽ വേജ് എന്നൊരു വേർഡ് യൂസ് ചെയ്യാൻ പറ്റുമോ? രണ്ട് മിസ്റ്റേക്ക് ആ സ്റ്റേറ്റ്മെന്റിലുള്ളത്. ഒന്ന് ഏത് പറയുന്നത്? ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് റിയൽ വേജിന്റെ ഫംഗ്ഷൻ അല്ല. മിസ്റ്റേക്ക് നമ്പർ 1. കണ്ടോ? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള കാരണം ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്നത് റിയൽ വേജിന്റെ ഫംഗ്ഷൻ അല്ല. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ലെവൽ ഓഫ് ഇൻകം, ഡയറക്റ്റ് ഫംഗ്ഷൻ ഓഫ് ലെവൽ ഓഫ് ഇൻകം. അതാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ്. പിന്നെ പറഞ്ഞിരിക്കുന്നു റിയൽ വേജ്. റിയൽ വേജിന്റെ ഫംഗ്ഷൻ അല്ല ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് മാത്രമല്ല, റിയൽ വേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലാസിക്കൽ സിസ്റ്റമാണ്. കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ അവിടെ മണി ഇല്യൂഷൻ ആണ് ഉള്ളത്. ലേബർ ഈസ് സബ്ജക്ട് ടു മണി ഇല്യൂഷൻ എന്നാണ് നമ്മൾ അവിടെ ബേസിക്കലി പഠിച്ചു വെക്കുന്നത്. ഈ രണ്ട് കോൺസെപ്റ്റുകൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എക്സാക്ട്ലി അവിടെ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഡി തെറ്റാണ്. അതൊരിക്കലും ഒരു കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട് അല്ല. കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി വന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഫംഗ്ഷൻ ലെവൽ ഓഫ് ഇൻകം ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ആൻഡ് ദെൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻക്രീസിങ് റിയൽ വേജ് ആണ്. റിയൽ വേജ് ഏതാണ്? ക്ലാസിക്കൽ സിസ്റ്റം ആണ്. മണി ഇല്യൂഷൻ ആണ് എവിടെയുള്ളത്? നോമിനൽ ഇൻ ടേംസിലാണ് വേജ് ഡിസ്കസ് ചെയ്യപ്പെടുന്നത് കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ. അപ്പൊ നമുക്ക് ഇതേ പോയിന്റ് നോട്ട് ചെയ്തോളാം. പൂർണ്ണമായിട്ടും ഓപ്ഷൻ ഡി എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ ഡി നമുക്ക് തെറ്റാണ് നമുക്ക് അവിടെ പറയാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞേക്ക് നോക്കി, അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് അവിടെ വന്നേ. അടുത്ത ഓപ്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് റെഡ്യൂസിങ് ബോണ്ട് ഡിമാൻഡ് ആൻഡ് ദെയർ ബൈ റെഡ്യൂസിങ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് ഏത് കെയ്നീഷ്യൻ കോൺസെപ്റ്റ് ആണ്? റെഡ്യൂസിങ് ബോണ്ട് ഡിമാൻഡ് ആൻഡ് റെഡ്യൂസിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് കെയ്നീഷ്യൻ തിയറിയിൽ നമുക്ക് പറയാൻ പറ്റുമോ? റെഡ്യൂസിങ് ബോണ്ട് ഡിമാൻഡ് ആൻഡ് റെഡ്യൂസിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് കെയ്നീഷ്യൻ തിയറിയിൽ നമുക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞേ. വൺ ഓഫ് ദി മേജർ ബേസ് കോൺസെപ്റ്റ്സ് ഉണ്ട് കെയ്നീഷ്യൻ തിയറിയുടെ. അതിന് അഗേൻസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ്. ഏത് കോൺസെപ്റ്റാ? ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ദി ബോണ്ട് പ്രൈസ് ആൻഡ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെയല്ലേ നമ്മൾ കെയ്നീഷ്യൻ തിയറിയിൽ പഠിച്ചു വെച്ചിരിക്കുന്നത്? ബോണ്ട് പ്രൈസും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കെയ്നീഷ്യൻ തിയറിയിൽ എന്താണ്? ഇൻവേഴ്സ് ആണ്. ശരിയാണോ?
യെസ് ഓർ നോ ഒന്ന് പറഞ്ഞേ. കെയ്നിഷ്യൻ തിയറിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ബോണ്ട് പ്രൈസും ഇൻവേഴ്സ് റിലേഷൻ അല്ലേ? ആണോ? ആണോ? അതിന് എഗെയിൻസ്റ്റ് അല്ലേ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അപ്പൊ അവിടെ, അതായത് കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയും എന്നിട്ട് നമ്മളോട് ഓപ്ഷൻ അവിടെ പറഞ്ഞിരിക്കുകയും ചെയ്യുകയാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? സി റെഡ്യൂസിങ് ബോണ്ട് ഡിമാൻഡ് ആൻഡ് റെഡ്യൂസിങ് വാട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, വിച്ച് മീൻസ് ഡിറക്റ്റ് ഫംഗ്ഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ബോണ്ട് പ്രൈസ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിന് തുല്യമാണ് ഓപ്ഷൻ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഇവിടെ നമുക്ക് ബോണ്ട് ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട് പ്രൈസ് കുറയും അല്ലെ? ബോണ്ട് ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബോണ്ട് പ്രൈസ് കുറയും. ബോണ്ട് പ്രൈസ് കുറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുകയാണ് വേണ്ട കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ അല്ലെ? റേറ്റ് കൂടുകയാണ്, ഇവിടെ കുറയുന്ന പറഞ്ഞിരിക്കുന്നത്. തെറ്റാണെന്നൊരു സ്റ്റേറ്റ്മെന്റ്. ഞാൻ പറഞ്ഞ ആ കോൺസെപ്റ്റ് മനസ്സിലായോ? അതായത് സ്കൂൾ ഓഫ് തോട്ടിലെ ഇൻവേഴ്സ് റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഏത്? കെയ്നീഷ്യനിലെ ബോണ്ട് പ്രൈസും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു റെഡ്യൂസിങ് ഡിമാൻഡ് ഫോർ ബോണ്ട്. അപ്പൊ കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ ബോണ്ട് ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ബോണ്ട് പ്രൈസ് കുറയും. ബോണ്ട് പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ കെയ്നീഷ്യൻ സിസ്റ്റം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബോണ്ട് പ്രൈസ് കുറയുമ്പോൾ ഇൻവേഴ്സ് റിലേഷൻ പറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടേണ്ടതാണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നു എന്നാണ് നമ്മുടെ ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പൂർണ്ണമായിട്ടും തെറ്റാണ്. ശരിയല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായിട്ടും തെറ്റാണ്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി തെറ്റ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ദ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ബോണ്ട് പ്രൈസ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ബേസ് കോൺസെപ്റ്റ് ഓഫ് കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിന് എഗെയിൻസ്റ്റ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ബോണ്ട് പ്രൈസ് കുറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും എന്നാണ് സിയിൽ പറഞ്ഞിരിക്കുന്നത്. ബോണ്ട് ഡിമാൻഡ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബോണ്ട് ഡിമാൻഡ് കുറയുമ്പോൾ ബോണ്ട് പ്രൈസ് കുറയുകയാണ്. ബോണ്ട് പ്രൈസ് കുറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നു. ഡയറക്റ്റ് റിലേഷൻ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൽ ബോണ്ട് പ്രൈസും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിൽ ഓപ്ഷൻ സിയിൽ നോ. അതുകൊണ്ട് ഓപ്ഷൻ സി എന്താണ്? പൂർണ്ണമായിട്ടും തെറ്റാണ്. ശരിയല്ലേ? ഞാൻ പറഞ്ഞ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയോ? യെസ് ഓർ നോ? ക്ലാരിറ്റി കിട്ടിയോ? അപ്പം ഈ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന മേജർ കോൺസെപ്റ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ദി ബോണ്ട് പ്രൈസ് ആൻഡ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കാം? ആ ഫൈനൽ ഓപ്ഷൻ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് ഇവിടെ നോക്കാണ്ടല്ലോ. ഓപ്ഷൻ ബി നമ്മൾ എന്ത് ചെയ്തിരുന്നു? സ്കിപ്പ് ചെയ്തിരുന്നു. യെസ്, ഓപ്ഷൻ ബി തന്നെയാണ് ആ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് നമുക്ക് അവിടെ വരേണ്ടത്. എന്താ ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത്? ഇൻക്രീസിംഗ് ബോണ്ട് ഡിമാൻഡ് ആൻഡ് ദേ ആർ ബൈ റെഡ്യൂസിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. യെസ്, അബ്സല്യൂട്ട്ലി. നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ബോണ്ട് പ്രൈസ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് ഇത് ഈ പോയിന്റിലാണ്. കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ ബോണ്ട് ഡിമാൻഡ് കൂടുന്നു, ഇൻക്രീസിംഗ് ആണ് ബോണ്ട് ഡിമാൻഡ്. ബോണ്ട് ഡിമാൻഡ് കൂടുന്നു വെച്ചാൽ എഫക്റ്റീവ്ലി ബോണ്ട് പ്രൈസ് കൂടുന്നു എന്നാണ് അല്ലെ? ബോണ്ട് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ആ മെക്കാനിസം വഴി ബോണ്ട് പ്രൈസ് കൂടും. ബോണ്ട് പ്രൈസ് കൂടുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നു. ഇതാണ് നമ്മുടെ ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരേണ്ട ബേസ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബി ആണ് ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് അവിടെ വരേണ്ടത് എന്നുള്ളതാണ്. ഇനി നമുക്ക് പൂർണ്ണമായിട്ടും ആ ക്വസ്റ്റിനിലേക്ക് ഒന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്. ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ഗിവൻ കെയ്നീഷ്യൻ സിസ്റ്റം ആൻഡ് ഇൻക്രീസ് ഇൻ ദി മണി സപ്ലൈ leads to an increase in the demand for goods and services through which one of the following mechanism എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ മണി സപ്ലൈ കൂടുമ്പോൾ താഴെ തന്നിരിക്കുന്ന ഏത് മെക്കാനിസം വഴിയാണ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻക്രീസ് എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് കാണേണ്ടത് കെയ്നീഷ്യൻ സിസ്റ്റത്തിന് വൺ ഓഫ് ദ മേജർ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ബോണ്ട് പ്രൈസ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് ആ ഇന്ററാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഒന്ന് നോക്കിയാലോ, എങ്ങനെയാണ് കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ മണി സപ്ലൈ കൂടുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് എങ്ങനെ കൂടും എന്നാണ് നമുക്ക് അവിടെ നോക്കേണ്ടത്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്തല്ലോ. അപ്പം ആ റൈറ്റ് ആൻസർ എങ്ങനെ വരുന്നു എന്നുള്ളത് ഹിയർ വി ഗോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സി ദ കെയ്നീഷ്യൻ സിസ്റ്റം നമ്മൾ അവിടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്ക്രീൻ ഷെയർ എത്തിയല്ലോ ഇല്ലേ? സി എക്സ്പ്രഷൻ നോക്കി. ദ കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ നമുക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു? മണി സപ്ലൈ കൂടുന്നതാണ് നമ്മുടെ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. മണി സപ്ലൈ കൂടുന്നു. മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ അത് എന്തിനു കാരണമാവുന്നു? ഈ ബോണ്ട് ഡിമാൻഡ് കൂടുന്നു. ബോണ്ട് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ എന്തോടെ സംഭവിക്കുന്നു? ബോണ്ട് പ്രൈസ് കൂടുന്നു. ബോണ്ട് പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ അത് എന്തിനു കാരണമാവുന്നു? ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതിന് കാരണമാവുന്നു. ഇൻവെസ്റ്റ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ അത് എന്തിനു കാരണമാവുന്നു? ഇൻകം കൂടുന്നതിന് കാരണമാവുന്നു. ഇൻകം കൂടുമ്പോൾ കെയ്നീഷ്യൻ സിസ്റ്റം നമുക്ക് അറിയാമല്ലോ, കൺസംഷൻ ഈസ് എ ഡയറക്റ്റ് ഫംഗ്ഷൻ ഓഫ് ഇൻകം ആണ്. ഇൻകം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടും. ഇതാണ് ആ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ വരണ്ടേ എന്നുള്ളതാണ്. കണ്ടോ? സി ഇതാണ് ആ കറക്റ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. നോട്ട് ചെയ്തോണേ. എന്ത് സംഭവിക്കുന്നു? മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്ത മണി സപ്ലൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നതിന് കാരണമാകുന്നു. എങ്ങനെയാണ്?
എക്കോണമിയിൽ മണി സപ്ലൈ കൂടി കഴിയുമ്പോഴത്തേനും അത് എക്കോണമിയിലേക്ക് കൂടുതൽ ലിക്വിഡിറ്റി എത്തുന്നതിന് കാരണമാവുന്നു. ആൻഡ് ദെൻ കൂടുതൽ ലിക്വിഡിറ്റി എത്തി കഴിയുമ്പോഴത്തേനും അത് എന്തിനു കാരണമാവുന്നു? ബോണ്ട് ഡിമാൻഡ് കൂടുന്നതിന് കാരണമാവുന്നു. ബോണ്ട് ഡിമാൻഡ് കൂടി കഴിയുമ്പോൾ അത് എന്തിനു കാരണമാവുന്നു? ബോണ്ട് പ്രൈസ് കൂടുന്നതിന് കാരണമാവുന്നു. ബോണ്ട് പ്രൈസ് കൂടി കഴിയുന്ന കേരള സിസ്റ്റത്തിൽ ബോണ്ട് പ്രൈസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നതിന് കാരണമാവുന്നു. കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തിനു കാരണമാവുന്നു? ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതിന് കാരണമാവുകയും കൂടി ഇൻവെസ്റ്റ്മെന്റ് ഇൻകം കൂടുന്നതിന് കാരണമാകുകയും കൂടി ഇൻകം കൺസഷൻ കൂടുന്നതിന് കാരണമാകുകയും എഫക്റ്റീവ്ലി എക്കോണമിയിൽ കൺസഷനും അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുകയും ചെയ്യും. ഇതാണ് കറക്റ്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റിന്റെ എക്സ്പ്രഷൻ പാത്തായിട്ട് നമുക്ക് അവിടെ കാണേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. സി ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നു? എക്കോണമിയിൽ മണി സപ്ലൈ കൂടുന്നു, വിച്ച് മീൻസ് മോർ ലിക്വിഡിറ്റി ആണ്. ബോണ്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ബോണ്ട് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിന് ബോണ്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ബോണ്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞതിനും എഫക്റ്റീവ്ലി അത് ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതിന് കാരണമാവുന്നു. കൂടി ഇൻവെസ്റ്റ്മെന്റ് ഇൻകം കൂടുന്നതിന് കാരണമാവുന്നു. ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കൂടും. കൺസംഷൻ കൂടിയാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ അത് എന്തിനു കാരണമാവും? GDP കൂടുന്നതിന് കാരണമാവും. ഇനി നമുക്ക് ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. എടുത്തു നോക്കുക. നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഏതാണ്? സി ഓപ്ഷൻ ബി ആണ്. ഇൻക്രീസിങ് ബോണ്ട് ഡിമാൻഡ്. ബോണ്ട് ഡിമാൻഡ് കൂടി കഴിയുമ്പോഴത്തേനും അത് എന്തിനു കാരണമാവുന്നു? ബോണ്ട് പ്രൈസ് കൂടുതലിന് കാരണമാവുന്നു. ബോണ്ട് പ്രൈസ് കൂടി കഴിയുമ്പോഴത്തേനും അത് എന്തിനു കാരണമാവുന്നു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നതിന് കാരണമാവുന്നു. കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതിന് കാരണമാവുന്നു. അത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ഇൻകം കൂടുമ്പോൾ കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ എന്ത് സംഭവിക്കുന്നു? ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇൻ ദി കെയ്നീഷ്യൻ സിസ്റ്റം ആൻഡ് ഇൻക്രീസ് ഇൻ ദി മണി സപ്ലൈ. ഇൻക്രീസ് ഇൻ ദി മണി സപ്ലൈ വന്നു ഇതിനോട് എന്ത് സംഭവിക്കുന്നു? എക്സാക്ട്ലി ബോണ്ട് ഡിമാൻഡ് കൂടുന്നു. ബോണ്ട് ഡിമാൻഡ് കൂടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഓക്കെ, ബോണ്ട് പ്രൈസ് കൂടുന്നു. ബോണ്ട് പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ഇൻകം കൂടുന്നു. ഇൻകം കൂടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത്? എക്സാക്ട്ലി നമ്മളെ സംബന്ധിച്ച് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് കൂടും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ റൈറ്റ് ആൻസർ ഏതാണ്? എക്സാക്ട്ലി ബി ആണ്. എ ഒരു കാരണവശാലും ആൻസർ ആവില്ല. കാരണം റിയൽ ബാലൻസ് എഫക്ട് എന്ന് പറയുന്നത് കെയ്നീഷ്യൻ സിസ്റ്റത്തിനെ കൗണ്ടർ ചെയ്യുന്നതാണ്. റിജിഡിറ്റി കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടുന്ന കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ ഫ്ലെക്സിബിലിറ്റി പറയുന്ന റിയൽ ബാലൻസ് എഫക്ട് ഒരിക്കലും അവിടെ കൺസഷൻ കൂടുന്നതിന് കാരണമാവില്ല. റിയൽ ബാലൻസ് എഫക്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ കണ്ടതാണ്. ഓക്കെ, ആൻഡ് ദെൻ പിന്നീട് അവിടെ ഉള്ളത് എന്താണ്? സി ഇൻക്രീസിംഗ് റിയൽ വേജ് ആൻഡ് ദെൻ ദി ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. റിയൽ വേജ് എന്ന് പറയുന്ന ക്ലാസിക്കൽ കോൺസെപ്റ്റ് ആണ്. കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ എപ്പോഴും ഉള്ള എന്താണ്? നോമിനൽ വേജസ് ആണ്. മണി ഇലൂഷൻ ആണ് അവിടെ ഉള്ളത് എന്ന് മാത്രമല്ല, ഇൻക്രീസിംഗ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഏതിന്റെ ഫംഗ്ഷൻ ആയിരിക്കും? റിയൽ വേജിന്റെ ഫംഗ്ഷൻ അല്ല. കെയ്നീഷ്യൻ തിയറിയിൽ എന്താണ്? ഇൻകത്തിന്റെ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ഡി അവിടെ എന്താണ്? തെറ്റാണ്. സി എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ അഗെയിൻസ്റ്റ് ആണ്. ബോണ്ട് പ്രൈസും ബോണ്ട് ഡിമാൻഡും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ആയിരിക്കുന്നതാണ് സി ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. റെഡ്യൂസിംഗ് ഡിമാൻഡ് ഫോർ ബോണ്ട് റെഡ്യൂസിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനുമായിട്ട് കറസ്പോണ്ട് ചെയ്ത് അതിന്റെ മീനിങ് എന്താണ്? ബോണ്ട് ഡിമാൻഡ് കുറയുമ്പോൾ ബോണ്ട് പ്രൈസ് കുറയുന്നു. ബോണ്ട് പ്രൈസ് കുറയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്ന പറഞ്ഞിരിക്കുന്നത്. ഇൻവേഴ്സ് റിലേഷൻ അഗെയിൻസ്റ്റ് ആണ് സി എന്ന് പറയുന്ന ഓപ്ഷൻ. അതും പൂർണ്ണമായിട്ടും എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ ഡി എടുത്തു കഴിഞ്ഞാലോ എക്സാക്ട്ലി നമുക്കിവിടെ എന്ത് പറയാൻ സാധിക്കും? യെസ്, ഇതാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ മണി സപ്ലൈ കൂടുന്നു. യെസ്, ഹിയർ ഇറ്റ് ഈസ്. മണി സപ്ലൈ കൂടുന്നു. കൂടി മണി സപ്ലൈ എന്തിനു കാരണമാവുന്നു? ബോണ്ട് ഡിമാൻഡ് കൂടുന്നതിന് കാരണമാവുന്നു. ബോണ്ട് ഡിമാൻഡ് കൂടുമ്പോൾ ബോണ്ട് പ്രൈസ് കൂടുന്നു. ബോണ്ട് പ്രൈസ് കൂടി കഴിയുമ്പോഴത്തേനും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നു. കൂടി ഇൻകം എന്തിനു കാരണമാവുന്നു? കൺസപ്ഷൻ കൂടുന്നതിന് കാരണമാവുന്നു. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിന്റെ ബേസ് ഓപ്ഷൻ ആയിട്ട് നമുക്കവിടെ പറയാൻ സാധിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വേണ്ടത്. ഇൻക്രീസിംഗ് ബോണ്ട് ഡിമാൻഡ് ആൻഡ് റെഡ്യൂസിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതുവഴിയാണ് കെയ്നീഷ്യൻ സിസ്റ്റത്തിൽ മണി സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നത്. കറക്റ്റ് ആൻസർ ടു ദിസ് ക്വസ്റ്റൻ ഈസ് ബി ആണ്. ക്ലിയർ?